ഹലോ. ഇന്നും ഒരു ഡ്യൂട്ടിയുള്ള ദിവസം രാവിലെ ഈസിയാന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇച്ചിരി മെനക്കെട്ട് പക്ഷെ അടിപൊളി ടേസ്റ്റിൽ ഒരു ബീഫ് കൊണ്ടാട്ടത്തിന്റെ റെസിപ്പിയാണേ. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് കഴുകി വെച്ച ബീഫിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുക, പിന്നെ മുളക്, മഞ്ഞൾ, ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊരു മുക്കാ ഭാഗം വെന്താൽ മതി. എന്നിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, ബീഫ് മാറ്റി വെക്കുക, അതിന്റെ സ്റ്റോക്ക് മാറ്റി വെക്കുക. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടി മുളക് ആഡ് ചെയ്യുക, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണേ. ഞാനിവിടെ ചെറുനാരങ്ങയല്ല വിനെഗർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് കോൺഫ്ലവർ, മൈദ, മൈദക്ക് പകരം ഞാനിവിടെ അരിപ്പൊടി യൂസ് ചെയ്യുന്നത്. അരിപ്പൊടിയെ കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയും പിന്നെ നമ്മൾ വേവിച്ച് വെച്ച് മാറ്റി വെച്ച ബീഫിന്റെ സ്റ്റോക്കും കൂടി ആഡ് ചെയ്ത് ഈ ഒരു പരിവാകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടി ആഡ് ചെയ്ത് പിന്നെയും മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ പൊരിച്ചെടുക്കണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡീപ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം. യൂഷ്വലി കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് വശവും നന്നായിട്ട് പൊരിഞ്ഞു വന്നാൽ വേറൊരു പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ഇതിനകത്ത് വറ്റൽമുളക് ആഡ് ചെയ്യുന്നത്, കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു 20 ചെറിയ ഉള്ളി ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാനിതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ക്രഷ്ഡ് ചില്ലി, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇടുന്നുണ്ട്. അതും ഇട്ട് കുറച്ച് വിനെഗറിയും കൂടി ഒഴിച്ച് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്ന് കുക്കായി വരണം. നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് ഇതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഇളക്കിക്കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫിന്റെ സ്റ്റോക്കാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഇതിൽ കിടന്ന് കുറുകി കുറുകി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നല്ലോണം വറ്റി വരണ്ട് വരണം കേട്ടോ. ഇനി നമ്മുടെ ബീഫ് ഈ സ്റ്റോക്ക് കിടന്നിട്ട് വെന്താൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം കേട്ടോ.